ഇല്ലാടികളെ അങ്ങനെ നമ്മുടെ പിന്നെയും അഗൈൻ ബാക്ക് ടു നമ്മുടെ ക്യാമറ പോസ്റ്റ് എങ്ങനെയാണ് കേട്ടോ എന്ത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല. ട്രൈപോഡ് എടുത്തിട്ടില്ല, ട്രൈപോഡ് സ്റ്റുഡിയോയിലാണ്. സോ നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ട്രൈപോഡ് എടുക്കില്ല, എടുക്കും അടുത്ത വീഡിയോ തൊട്ട് ട്രൈപോഡ് ഉണ്ടാവും എന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ കറക്റ്റ് ലെങ്ത് ആയിരിക്കും. ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ 60 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഇപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ പുതിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മണവാളനൊന്നും മറന്നതായിരുന്നു. മളവാണം എന്താണ് മണവാളൻ അവിടെ നമ്മൾ മറന്നതായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ ലൈവ് സ്ട്രീമിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഫൈറ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വന്ന് ട്രെൻഡിങ് ഒക്കെ ആയി പോയതാണ് കേട്ടോ. നമ്മളവനെ മറന്നതാണ്. പിന്നെ എഗെയിൻ ലെറ്ററിൽ ഇവൻ വന്നിരിക്കുകയാണ്. ഇവൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ MRC ഗ്യാങ് അറിയാലോ നമുക്ക്. അപ്പോൾ അതിൽ റാംബോനെ അറിയാലോ. അപ്പോൾ എന്ന് വെച്ചാൽ തൊപ്പിയുടെ ഗ്യാങ് റാംബോ നമ്മൾ തടിച്ചിട്ട് അപ്പോൾ റാംബോ എന്ന് വെച്ചാൽ സ്ട്രീമിംഗ് തുടങ്ങിയില്ല. എന്ന് വെച്ചാൽ തൊപ്പി പിന്നെ ഓരോരുത്തരെ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായി സ്ട്രീമിംഗ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരെയും സ്ട്രീമേഴ്സ് ആക്കാൻ തുടങ്ങി തൊപ്പി. സോ അവർ ഇൻഡിവിജ്വലായി സ്ട്രീമിംഗ് തുടങ്ങി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്ട്രീമിംഗ് തുടങ്ങുമ്പോൾ ഓരോരോ കോൺട്രവേഴ്സി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് നമ്മുടെ റാംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പ്രശ്നങ്ങളില്ല. എനിക്ക് ആ പ്രശ്നത്തിൻ്റെ കാര്യം എനിക്ക് അറിയില്ല. നമ്മുടെ എന്താണ് ആഷിക്ക അല്ല അൻഷിഫ് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഇല്ല. അൻഷിഫ് ഇനിയിപ്പോൾ ഗെയിമറാണോ യൂട്യൂബറാണോ എന്നറിയില്ല. പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസർ ആണെങ്കിലോ. അപ്പോൾ ആളുമായിട്ട് എന്തോ റാംബോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലോ പ്രശ്നം എന്ന് വെച്ചാൽ നിന്നെ ഇട്ടിച്ച് പരത്തും അത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ചെറുതായിട്ട് കേട്ടു. അപ്പോൾ അതെനിക്കെന്താ അറിയില്ല. അതിൻ്റെ ഇടയിൽ ഇപ്പം അൻഷിഫും റാംബോ കൂടി പ്രശ്നത്തിൻ്റെ ഇടയിൽ നമ്മുടെ മണവാളം കയറി ഇടപെടുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തെറി പറയും വഴക്ക് പറഞ്ഞ് എന്തോ പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീൽ ഞാൻ പറ്റില്ല. മണവാളം ഒരു ചൂടാവുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ അവിടെ നിന്ന് കിട്ടി ഒരു ചൂടാവുന്നുണ്ട്. റാംബോ പറയുന്നുണ്ട് അങ്ങനെ റാംബോ മാന്യമായി പറയുന്നില്ല. എന്താ വെച്ചാൽ സുഹൃത്തെ നിങ്ങൾ അങ്ങനെ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ റീൽ അത് നമ്മൾ പ്ലേ ചെയ്തില്ല. റീലിൽ 2 പാർട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 ഷോർട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് ഷോർട്ട് വെക്കാതെ ഞാൻ ബാക്കി പറയാം. ഓക്കെ, മണവാളനല്ലേ ബ്രോ? എൻ്റെ പേര് റാംബോ എന്നാണ്. മനസ്സിലായ? എൻ്റെ പേര് റാംബോ എന്നാണ്. ഞാൻ എറണാകുളത്ത് തൊപ്പിയുടെ കൂടെ ഉള്ളതാണ്. ഒരു എന്താ അതെ 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 ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് ബ്രോ. ഇന്നലെ ഞാൻ അൻഷിഫുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അൻഷിഫ് രണ്ടാമത് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് വിളിച്ച ഉടനെ എന്റെ തള്ളക്കാണ് വിളിച്ചത്, എന്റെ അമ്മയ്ക്കാണ് വിളിച്ചത്. മനസ്സിലായ? അപ്പോഴത്തേക്ക് ഞാൻ അതിൽ ബ്രോയുടെ സൗണ്ട് കേട്ടു. ബ്രോയാണോ എന്നെ ചീത്ത വിളിച്ചത്? എന്റെ നമ്പർ ഞാൻ എനിക്ക് കിട്ടി. ഇത് കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ ബ്രോ. എന്തേ നമ്പറല്ലേ എടുത്തോളൂ. ഞാൻ ബ്രോ എടുത്ത് വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. അല്ല, ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. ബ്രോ ആണോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. ഞാൻ വിത്ത് റെസ്പെക്ട് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചു. നിങ്ങളാണോ എന്ന് മാത്രമേ ചോദിച്ചോളൂ. എന്തേ? ഞാനും മര്യാദയ്ക്ക് തന്നെ സംസാരിക്കണം. നിങ്ങളുടെ സൗണ്ട് ഞാൻ കേട്ട്. നിങ്ങളുടെ സൗണ്ട് ഞാൻ കേട്ട്. നിങ്ങളെ സൗണ്ട് ഞാൻ കേട്ട്. നിങ്ങളാണോ അല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. എന്റെ വേറെ തെളിവൊന്നുമില്ല. ഇല്ല എന്റെ വേറെ തെളിവൊന്നുമില്ല. ആണോ അല്ലേന്ന് മാത്രമേ ചോദിച്ചോളൂ ബ്രോ. അപ്പൊ രഹസ്യമായിട്ട് ഇടപെട്ട അത് ഞാൻ നിന്റെ അടുത്ത് മര്യാദക്കല്ലേ ചോദിക്കുന്നത്. എടാ, ഞാൻ നിന്റെ അടുത്ത് മര്യാദക്കല്ലേ ഇത്രയും റെസ്പെക്റ്റോട് കൂടിയല്ലേ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. ഇഷ്ടമുള്ള പോലെ സപ്പോർട്ട് ചെയ്തോ. എന്നെ ഇന്നലെ വിളിച്ചതില് ഉണ്ടായിരുന്നോ ഇല്ലേ അത് മാത്രമോ ഞാൻ ചോദിച്ചത്. പിന്നെ എന്നെ ചീത്ത വിളിച്ച ഞാൻ ചോദിക്കട്ടെ? നീ ചോദിക്കോ? ആര് പോലീസ് കളിച്ച്? നീയപ്പോ എന്താ എന്റെ അടുത്ത് നേതാവ് കളിക്കാൻ നിൽക്കണത്? അല്ലല്ലോ. അതെ, ഞാനും പറയണത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ഇങ്ങോട്ട് ഒന്നും വേണ്ട എന്നുള്ളത് മാന്യമായിട്ട് ഞാനും പറയുന്നു. മനസ്സിലായില്ലേ? ഒന്നും കൂടെ കേട്ടാ മനസ്സിലാവും ബ്രോ. രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ഇങ്ങോട്ട് ഒന്നും വേണ്ട എന്നുള്ളത് മാന്യമായി പറയുന്നു. അതെ ഞാനും അതേ കണക്കാ പറയുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഇന്നലത്തെ ആ ഒരു പ്രൈവസിയിൽ. അപ്പൊ അതാണ് ഇല്ലല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിയിൽ ഒന്ന് ഇടപെട്ടു. റാംബോന്റെ പ്രൈവസിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഷിഫും റാംബോയും തമ്മിലുള്ള പ്രശ്നത്തിൽ മണവാളൻ എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സൗണ്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് റാംബോ മാന്യമായി ചോദിക്കുന്നുണ്ട് ബ്രോ അതിലുണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്.
അപ്പോൾ മണവാളിന്റെ റെസ്പോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. ഞാൻ പരസ്യമായിട്ട് ഇതുവരെ നിങ്ങളുടെ രണ്ടുപേരും പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടില്ല. പക്ഷെ അപ്പോൾ ചോദിക്കുന്നത് രഹസ്യം ഇടപെട്ടോ. അപ്പോൾ രഹസ്യം ഇടപെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയുന്നത് അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പോൾ സൗണ്ട് വിളിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ ഇതാണ്, എന്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രശ്നം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഷിഫ് പ്ലസ് റാംബോ വേഴ്സസ് നമ്മുടെ എന്താണ് മണവാളൻ. അപ്പം അൻഷിഫും മണവാളും ഒരു ടീം, നമ്മുടെ റാംബോ ഒരു ടീം. അങ്ങനെ ഇരിക്കുന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് ടീം, ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് ടീം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ തൊപ്പിയും ഗ്യാങ് കൂടി കേട്ടല്ലോ, അത് നമുക്ക് മേടിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ട്രീമേഴ്സ് ആണല്ലോ തൊപ്പിയും ഗ്യാങ്. അപ്പോൾ അത് കാരണം വെച്ചാൽ ഇവർ പറയുന്നത് കേൾക്കും സ്വാഭാവികമായും. അപ്പം അത് കാരണം നമുക്ക് നോക്കാം ഇതുവരെ പോകുന്നത്. ഒരു പുതിയ കുടുംബത്തിൽ പ്രശ്നമില്ല. അതിന് പാർട്ട് ടു കൂടി ഇട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് റീ ആയിട്ട് വയ്ക്കാം. പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അവരിന് ഇട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ സ്ട്രീമിങ്ങിൽ കട്ട്സീനൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് അടുത്തൊരു പ്രശ്നം, ഇല്ലെങ്കിൽ കോൺട്രവേഴ്സി മാറും. വേണമെങ്കിൽ നോക്കും മണവാളൻ പിന്നെയും അഗെയിൻ വരും, മണവാളൻ ഏറി കയറും. അത് ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി. വേണമെങ്കിൽ നോക്കും മണവാളൻ പിന്നെയും എടുത്തിട്ട് നോക്കും. ഇപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റാംബോന്റെ പക്ഷത്താണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ റാംബോ ഒരു മാന്യമായി ഇത് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നുണ്ട് എവിടെ തന്നെ നിനക്ക് നമ്പർ കിട്ടുക, അതാണോ ഇതാണോ പോലെ കുറേ കാര്യം ചോദിക്കും. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നോർമലി ഒരാൾ ചോദിച്ച് പ്രശ്നമെല്ലാം ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ വിളിച്ച് തെളിവ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ല, അതോട് വിടുക. ഇല്ലാതെ പിന്നെ ഞാൻ അതാണ് ഇതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് പാർട്ട് 2 വെക്കാം. അതെ 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 അല്ല, വള്ളികൾ എടുക്കണല്ല ബ്രോ. ഒരു അമ്മയ്ക്ക് വിളിച്ചിട്ട് എങ്ങനെ ബ്രോ ഒന്നും മിണ്ടാതെ അമ്മയ്ക്ക് ഇതെന്താ സംഭവം, ഒരു ടാർഗറ്റഡ് ആയിട്ടാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് ഫീൽ ആവുന്നത് കറക്റ്റ് കാണുന്നവർക്കായിരിക്കും. ഞാൻ ഒരുപാട് ഇതാക്കി ഞാൻ നിങ്ങളടുത്ത് പറയല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ബ്രോ. എന്റെ നമ്പർ ഇപ്പൊ ആരോ ലീക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 50 കോൾ എനിക്കിപ്പം വന്ന് എന്റെ ഇപ്പൊ കോൾ ആരോ എന്റെ നമ്പർ ആരോ ഇപ്പൊ ഇതാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബ്രോയുടെ നമ്പർ ഞാൻ അത്രയും ഹൈ സ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ബ്രോയെ വിളിച്ചത്. എന്റെ നമ്പർ ഇപ്പൊ ആരോ പബ്ലിക് ആക്കി. കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി ബ്രോയെ വിളിച്ചത്, വിത്ത് റെസ്പെക്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ ശരി. നമ്പർ ലീക്കായി അൻഷിഫ് നമ്പർ ലീക്കാക്കി. മുത്തേ, മര്യാദയ്ക്കേ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് വിത്ത് റെസ്പെക്ട് മര്യാദയ്ക്ക് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്റെ നമ്പർ ലീക്കാക്കിയതാ, കോള് വന്നോണ്ടിരിക്കണം. എന്റെ നമ്പർ ആരും ലീക്കാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇല്ലത്. അൻഷിഫും ഈ പ്രശ്നം മണവാളിന്റെ അവിടെ ഒരു കോംപ്രമൈസ് ആയിരുന്നു. മണവാളം പറയുന്നത് ഞാൻ ഫുട്ബോൾ കളി അത് ഇതൊക്കെ കൊണ്ട് പോകുന്നുണ്ട്, പുതിയ പ്രശ്നത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നല്ലതാണ് ഇല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് വന്നു പോയി പ്രശ്നത്തിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ അത് വൻ രീതിയിലുള്ള പ്രശ്നമില്ലല്ലേ. സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഊക്കും ആൾക്കാർ, ഭയങ്കര കാര്യങ്ങൾ എടുത്തിട്ട് ഊക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു എല്ലാവരും എടുത്തിട്ട് ഊക്കും, അതുണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ മണവാളിന് അത് ഇറങ്ങാതിരിക്കുന്നത് ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയും ഗ്യാങ്ങും സ്ട്രോങ് ആയില്ല, ഡബിൾ ട്രിപ്പിൾ സ്ട്രോങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നല്ല ഫുൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ അത് കാരണം ഇറങ്ങാതിരിക്കാൻ നല്ലത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളിനെ ഇപ്പോൾ ബാക്കി പരിപാടി കാര്യമായിട്ട് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ മണവാൾ എന്നെ ഇടപെടില്ല എന്ന് വിചാരിക്കുന്നു. അൻഷിഫും ഇപ്പോൾ റാംബോ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അൻഷിഫ് റാംബോന്റെ എന്തോ തള്ളയ്ക്ക് വിളിച്ചു അങ്ങനത്തേക്ക് കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നില്ല. അതൊന്നും ഞാൻ അന്വേഷിക്കില്ല. അതൊന്നും അന്വേഷിച്ചിട്ട് ഞാൻ അതിലോട്ട് വരാം. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മണവാളൻ കയറി ഇന്ററാക്ട് ചെയ്തത്, ഇപ്പോൾ റാംബോന്റെ കാര്യം മണവാളൻ കയറി ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം. എന്താ വെച്ചാൽ പുതിയ പ്രശ്നം വല്ലതും മണവാളൻ തുടങ്ങുന്നുണ്ടോ, ഞാൻ വരുന്നുണ്ടോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നോക്കില്ല, അങ്ങനെ വരില്ലെന്ന് വിചാരിക്കണം. എന്താ വെച്ചാൽ മണവാളൻ ഒരിക്കൽ കിട്ടിപ്പോയതാണ്, അമ്മാരും ഊക്കിട്ട് പോയാണ് കേട്ടോ. സത്യം പറയുന്നത് സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവായി മണവാളിന്റെ പേരിൽ. അപ്പം ഇനി വരില്ലെന്ന് വിചാരിക്കുന്നു. സോ ഇനി വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ, ഇനി ഒന്നുകൂടി എയറിൽ കയറും. അതേ ഉണ്ടാവാൻ പോകുള്ളൂ. നമുക്ക് നല്ല വെയിറ്റ് ചെയ്തിടാം. അപ്പോൾ റാംബോ സ്ട്രീമിംഗ് തുടങ്ങിയില്ല. ഇനി വെച്ച് കഴിഞ്ഞാൽ റെഗുലർലി ഇങ്ങനെ സ്ട്രീമിംഗ് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കയറി വരാറുണ്ട്, ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് നോക്കാം, അതൊക്കെ അങ്ങനെ നോർമലി ഉള്ളതാണ് കേട്ടോ. നമ്മളൊരു പുതിയൊരു സ്റ്റാർട്ടപ്പിലോട്ട് വരുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ഓരോ കോൺട്രവേഴ്സി ഉണ്ടാകും, അത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാം നോക്കാം ഇനി ഏത് വരെ പോകും ഏതുവരെ പോകില്ല എന്ന്. അപ്പോൾ വെയിറ്റ് ചെയ്ത് കാണാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അൻഷിഫിൻ്റെയും റാംബോൻ്റെയും കാര്യം നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. അത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കട്ടെ. വീഡിയോസും കാര്യങ്ങളൊക്കെ സ്ട്രീമൊക്കെ കണ്ട് പഠിച്ച ശേഷം നമുക്ക് ഇടപെടാം. ഇപ്പോൾ ഒരു മണവാളം കയറി ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ വരാൻ കാരണം. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ. റാംബോൻ്റെ എന്തായാലും സ്ട്രീമിംഗ് നന്നായി പോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ നോക്കാം, വരും ദിവസങ്ങളിൽ നോക്കാം, അതേ പറയുന്നുള്ളൂ. അപ്പോൾ